നമുക്കത് എന്താ തോന്നുന്നത് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. അപ്പം എനിക്ക് മനസ്സിലായി ഓക്കെ ഇത് കുറച്ച് പാടാണ്, എങ്ങനെയാലും കഷ്ടപ്പെട്ടൊന്ന് കയറണം. ബ്രാഡ്സ് ഫ്യൂച്ചർ ഡിസൈനേഴ്സും SN സ്പോർട്സ് ക്ലബ് ആൻഡ് ലൈബ്രറിയും ചേർന്ന് നടത്തുന്ന സമ്മർ ക്യാമ്പിന് തുടക്കമായി. സിവിൽ സർവീസ് 166 റാങ്ക് ജേതാവ് ദിവ്യ S ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ആ കോഴ്സിന് ജോയിൻ ചെയ്തത്. അതിനുശേഷം ഞാൻ 4 അറ്റംപ്റ്റുകൾ സിവിൽ സർവീസിൽ കൊടുത്തു. എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഞാൻ പ്രിലിംസ് 3 ഘട്ടമാണല്ലോ, പ്രിലിംസ് മെയിൻസ് ഇന്റർവ്യൂ. ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഞാൻ പ്രിലിംസ് ഘട്ടത്തിൽ ഫെയിലായി. അതിനുശേഷം ഞാൻ സെക്കൻഡ് അറ്റംപ്റ്റ് വന്നു. സെക്കൻഡ് അറ്റംപ്റ്റിൽ ഞാൻ പ്രിലിംസ് പാസ്സായി, പക്ഷെ മെയിൻസ് ഘട്ടത്തിൽ പരാജയപ്പെട്ടു. തേർഡ് അറ്റംപ്റ്റ് വന്നപ്പോൾ പ്രിലിംസും പാസ്സായി മെയിൻസും പാസ്സായി ഞാൻ ഇന്റർവ്യൂ പോയി, വീണ്ടും പരാജയപ്പെട്ടു. ഇതിന്റെ 4ാമത്തെ ശ്രമമാണ്. 4ാമത്തെ അറ്റംപ്റ്റിലാണ് ഞാൻ പ്രിലിംസ് പാസ്സായി മെയിൻസ് പാസ്സായി ഇന്റർവ്യൂ പാസ്സായി ഈ ഒരു റാങ്കിലേക്ക് എത്തുന്നത്. തീർച്ചയായും എൻ്റെ ലൈഫിൽ ഞാൻ നോക്കുകയാണെങ്കിൽ ഞാൻ ഏറ്റവും എൻജോയ് ചെയ്ത് പ്രിപ്പയർ ചെയ്തൊരു കാലഘട്ടമായിരുന്നു ഈ ഒരു 4-5 വർഷം. കാരണം ഞാൻ 2021 എഫേർട്ട് ചെയ്ത് തുടങ്ങിയിട്ട് അതിന്റെ റിസൾട്ട് കിട്ടിയ 2026 പക്ഷെ എനിക്ക് ഒരിക്കൽ പോലും റിഗ്രറ്റ് തോന്നിയിട്ടില്ല. കാരണം ഈ ഒരു ജേർണി, അതായത് ഈ സിവിൽ സർവീസ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ നമുക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ ക്ലിയർ ആയവരുണ്ട്, സെക്കൻഡ് അറ്റംപ്റ്റിലുണ്ട്, 6th അറ്റംപ്റ്റിലുണ്ട്, അങ്ങനെ ഒരുപാട് അറ്റംപ്റ്റിൽ ക്ലിയർ ആയ ഒരുപാട് പേരുണ്ട്. പക്ഷെ നമുക്ക് മനസ്സിലാക്കേണ്ടത് നമുക്ക് ഈ ഒരു ജേർണി തന്നെ ഒരു ക്യാരക്ടർ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക നമ്മുടെ ബിഹേവിയറിനെയൊക്കെ തീരുമാനിക്കാനായിട്ട് ഒരു മേജർ പങ്ക് വഹിക്കുന്ന ഒരു ഫാക്ടറാണ്. നമ്മൾ ഡെയിലി ന്യൂസ് പേപ്പർ വായിക്കും, ഒരുപാട് കറണ്ട് ഇവന്റ്സിനെ പറ്റി നമ്മൾ എപ്പോഴും അവെയർ ആയിരിക്കും, പല നല്ല സിവിൽ സർവീസിനെ പറ്റി പഠിക്കാൻ പറ്റും. അപ്പം ഈ ഒരു ജേർണിയാണ് എന്നെ ആക്ച്വലി സിവിൽ സർവീസസിന്റെ പർപ്പസ് എന്താണെന്ന് പഠിക്കാനായിട്ട് എന്നെ അനുവദിച്ചത്. ഈ ഒരു ജേർണിയായിരുന്നു. ഞാൻ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു ഞാൻ വെറും എനിക്ക് എന്തെങ്കിലും ആവണം എന്നൊരു ഐഡിയ മാത്രമേ ഉള്ളായിരുന്നു ഈ ഒരു പ്രിപ്പറേഷൻ തുടങ്ങുന്നത്. പക്ഷെ ആ ഒരു ഐഡിയ മാത്രമായിട്ട് നിൽക്കുകയാണെങ്കിൽ ആദ്യത്തെ പരാജയത്തിൽ തന്നെ ഞാനിത് വിട്ടിട്ട് അടുത്ത മേഖലയിലേക്ക് പോയത്. പക്ഷെ പിന്നെ എന്നെ ഇവിടെ പിടിച്ചു നിർത്തിയ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് നമുക്ക് ഈ സിവിൽ സർവീസ് പ്രിപ്പറേഷൻ ചെയ്യുന്ന സമയത്ത്